അങ്ങനെ ഇന്നലത്തെ ഒരു ഉറക്കം തൂക്കി മത്സരത്തിന് ശേഷം എന്ത് മത്സരമായിരുന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടീം ജയിച്ചു, നല്ല കാര്യം, പോയിന്റ് കിട്ടി, നല്ല കാര്യം. പക്ഷേ കളി എന്നൊക്കെ പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ആ ഒരു ഇതില്ലേ, പക്ഷെ അതൊന്നും ഇതിനകത്ത് കണ്ടില്ല. വളരെ ഉറക്കം തൂങ്ങിയായിട്ടുള്ളൊരു മത്സരം പോലെ തന്നെ ഫീൽ ചെയ്തു. അതിപ്പം കൊൽക്കത്തയുടെ സൈഡാണെങ്കിലും ചെന്നൈയുടെ സൈഡാണെങ്കിലും രണ്ടും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. വളരെ നോർമലിൻ്റെ താഴെയും ആവറേജിൻ്റെ താഴെയും നിൽക്കുന്ന ഒരു മത്സരം പോലെ തന്നെ. ഫെയർ പ്ലേ അവാർഡ് വെച്ച് നോക്കിയാൽ ചുമ്മാ അല്ല കൊൽക്കത്ത ഏറ്റവും താഴെ വന്ന് കിടക്കുന്നത്. ഫെയർ പ്ലേ അവാർഡിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു തരത്തിലുള്ള യാതൊരുവിധ എന്താ പറയുക ഒരു ഉന്മേഷം അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള സെറ്റപ്പോ വകകളോ ഒന്നുമില്ല. അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു, ഇതിപ്പം കൊൽക്കത്തയുടെ ആരാധകർ കണ്ടിരിക്കും, CSKയുടെ ആരാധകർ കണ്ടിരിക്കും എന്നതിലുപരി ഒരു ക്രിക്കറ്റ് ഫാൻസിനെ പിടിച്ചിരുത്താൻ തക്കമായിട്ടുള്ളൊരു വലിയ കാര്യമൊന്നും അതിനകത്തില്ലായിരുന്നു. അപ്പം വളരെ ഉറക്കം തൂങ്ങിയിട്ടുള്ള മത്സരം. സാൾട്ട് പുറത്തായി, 0 വാദത്തെ പോലെ തന്നെ പുറത്തായി. നരയൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ അപേക്ഷിച്ചിട്ട് 20 ബോൾ 27. രഘുവംശി അവന് ഈ മത്സരത്തിൽ വലിയൊരു കളിയൊന്നും കളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അവനില്ലാത്ത എന്തോ ഉണ്ട്. അവനൊരു പ്രത്യേകതരം ഒരു ബാറ്റർ തന്നെയാണ്. അവൻ ഈ ഒരു നിലവാരത്തിലല്ല, അവൻ വലിയൊരു നിലവാരത്തിലോട്ട് എത്തും. നമ്മുടെ ശുഭ്മാൻ ഗില്ലിൻ്റെയൊക്കെ ആ ഒരു നിലവാരത്തിലോട്ട് എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് രഘുവംശി. അതിൻ്റെ ഒരു ഹിൻഡ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയും നല്ല കുറച്ച് ഷോട്ടുകളും അത്രയും നല്ല എന്താ പറയുന്നത് കാലിബർ ഉള്ളൊരു പ്ലെയർ ആണെന്ന് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ പോലും അവനിൽ എന്തോ ഉണ്ട്, അത് താമസിക്കാതെ തന്നെ അത് നമ്മളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ഇന്നിങ്സ്, വളരെ മികച്ചൊരു ക്യാപ്റ്റൻ ഇന്നിങ്സ് ആയിരുന്നു. ഇത്രയും തോൽവിയായിട്ടുള്ളൊരു ഇന്നിങ്സ്, 32 പന്തുകൾ കളിച്ചിട്ട് ഏകദേശം 5 ഓവറിന് മണ്ടയ്ക്ക് കളിച്ചിട്ട് 34 റൺസാണ് എടുത്തത്. 106 ആണ് സ്ട്രൈക്ക് റേറ്റ്. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സാണ്, മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സാണ്. വെറും 34 റൺസ് 32 ബോളിൽ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. വയ്യെങ്കിൽ ഇട്ടേച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ചുമ്മാ കടിച്ചു തൂങ്ങി എന്തിനാണ് പിന്നെ നിൽക്കുന്നത്? നമ്മുടെ വെങ്കടേഷ് അയ്യർ എന്തോത്തിനാണ് ഈ ടീമിൽ വെറുതെ ഇങ്ങനെ കളിക്കുന്നത്? അവൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പുതിയ പ്ലെയറിന് അവസരം കിട്ടും. അല്ലാണ്ട് എന്തോ കാണിക്കുക. 8 ബോളിൽ 3 റൺസ്. അത് ഈ ഒരു കളി കളിച്ചിട്ട് രണ്ടാമത്തെ കളി കളിക്കാതെ എല്ലാവർക്കും കളിക്കാൻ പറ്റത്തില്ല ഇത്. പക്ഷെ ഇത് തുടങ്ങി ഇതേവരെ വലിയൊരു കളി കളിച്ചിട്ടില്ല. ആകെ അന്നൊരു ദിവസം ഒരു ഓവർ എറിഞ്ഞു, ആ ഓവർ എറിഞ്ഞപ്പോൾ 28 റൺസ് കൊടുത്തു. ഒരു പ്രയോജനം ഇല്ലാത്തൊരു പ്ലെയർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. റിങ്കു സിംഗിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റസലിന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ഒരു 160 എങ്കിലും പോകേണ്ട ഒരു സ്കോറായിരുന്നു. പക്ഷേ ശ്രേയസ് അയ്യറിൻ്റെയൊക്കെ ബ്രില്യൻറ്റ് ബാറ്റിംഗ് ഒക്കെ കൊണ്ട് ഏകദേശം 137 റൺസിന് അവസാനിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വെങ്കടേഷ് അയ്യർ വന്നിട്ട് തീക്ഷാന ഒരു ഓവർ നിന്നങ്ങ് തുഴയുവാണ്. ആദ്യത്തെ 5 ബോൾ ഡോട്ട് ബോളാക്കി, അവസാനത്തെ ബോളിൽ 2 ഓടി. അടുത്ത ഓവറിൽ വന്നിട്ട് ജഡേജയുടെ ഇതിൽ പോവുകയും ചെയ്തു. അത്രയും ഒരു പ്രഷറോടെ ആശാൻ കൊണ്ട് തന്നിട്ട് യാതൊരുവിധ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നോ അങ്ങനെയെങ്കിൽ ഒരു ഇതുമില്ല. ഒന്നാമത് ടീം വലിയൊരു ഇതിനകത്താണ് നിൽക്കുന്നത്. റണ്ണില്ല, കാര്യങ്ങളെല്ലാം ഒന്നുമില്ല. ആ സ്ഥാനത്ത് നിന്ന് അവനോട് വന്നിട്ട് കുറേ കൂടെ കൊട്ടി. എന്നാൽ പോട്ടെ, അവൻ ആ കൊട്ടിയെങ്കിൽ അതൊന്ന് തിരിച്ച് അടുത്ത ഓവറുകളിലേക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പ് ഒന്നും ഇല്ല. അടുത്ത ഓവറിൽ അടിച്ച് പോവുകയും ചെയ്തു, ഔട്ടാവുകയും ചെയ്തു. ടീമിന് കുറച്ചുകൂടെ പ്രഷർ ഉണ്ടാക്കാൻ, ടീമിൻ്റെ കുറച്ച് ബാധ്യതകളൊന്ന് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്ലെയർ എന്നുള്ള രീതിയിലാണ് വെങ്കടേഷ് അയ്യർ എൻ്റെ ബോളിങ്ങും കാര്യങ്ങളല്ല, ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം തിരിച്ച് ബോളിങ്ങിലോട്ട് വരുമ്പോൾ ചെന്നൈ അത്യാവശ്യം നല്ല പോലെ തന്നെ എറിഞ്ഞു. അതിൻ്റെ തെളിവ് തന്നെയാണല്ലോ ഈ ഒരു ചെറിയ ടോട്ടലിൽ അവരെ ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ദേശ്പാണ്ഡെ 3 വിക്കറ്റുകൾ നേടി, മുസ്തഫിസുർ റഹ്മാൻ 2 വിക്കറ്റ് നേടി. അതുപോലെ നമ്മുടെ രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് നേടി, തീക്ഷാന 1 വിക്കറ്റ് നേടി. അപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ബോൾ ചെയ്തു. ബോളിങ്ങിനകത്ത് യാതൊരുവിധ സംശയമില്ല. മറിച്ച് നമ്മുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ, ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് ചേസിങ്ങിലോട്ട് വരുമ്പോഴത്തേനും രച്ചിൻ വീണ്ടും ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ്. 15 റൺസുമായിട്ട് മടങ്ങി. ഗേക്വാദ് അടുത്ത ക്യാപ്റ്റൻ്റെ ഇന്നിങ്സാണ്, അടുത്ത ക്യാപ്റ്റൻ ബ്രില്യൻസ് സെൻസിബിൾ ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിലേക്ക് നമുക്ക് വരാം. പിന്നെ മിച്ചൽ 25 റൺസ്. അത് അത്യാവശ്യം എല്ലാവരും ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്ന്. ശിവൻ ദുബെ മാത്രമുണ്ട് 155 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ. 28 റൺസാണ് 18 ബോളിൽ എടുത്തത്. പിന്നെ അവരുടെ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സിലോട്ട് വരുമ്പോൾ ഗേക്വാദിലോട്ട് വരുമ്പോഴത്തേന് 67 റൺസാണ് അല്ലേ? 67 റൺസ്
പക്ഷെ 58 ബോളാണ്. സ്ട്രൈക്ക് റേറ്റ് വെറും 115. അല്ല, ഇവർക്ക് ഇച്ചിരി പെട്ടെന്ന് ജയിച്ചാൽ റൺ റേറ്റിന്റെ ഒരു മെച്ചം ഉണ്ടാകത്തില്ലേ? ഒരു കളിക്കാൻ ഇങ്ങനെ കളിച്ചിട്ട് എന്താണ് കാര്യം? ഒന്നുമല്ലേ, ഹോം ഗ്രൗണ്ട് ആണ്. അപ്പം ഒന്നുമല്ലെങ്കിൽ 5-6 4 അടിച്ചു കഴിഞ്ഞാൽ കാണാൻ വരുന്നവർക്ക് തന്നെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് അതുപോലും ഇല്ല. കളിയിൽ വളരെ തുഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്. 58 ബോൾ ഫേസ് ചെയ്തിട്ട് 67 റൺസാണ് ഏകദേശം ഗേക്വാദ് നേടിയത്. എന്തായാലും തട്ടിമുട്ടിയൊക്കെ ആണെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 3ാമത്തെ വിജയത്തിലോട്ട് എത്തി. അതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ധോനി ഷോ ഭയങ്കരമാണ് കേട്ടോ. അവസാനം 3 റൺ ജയിക്കാൻ വേണ്ടി വരുന്നപ്പം അജിങ്ക്യ രഹാന ബാറ്റ് ചെയ്യാനുണ്ട്, സമീർ റിസ്വി ബാറ്റ് ചെയ്യാനുണ്ട്, രവീന്ദ്ര ജഡേജ ബാറ്റ് ചെയ്യാനുണ്ട്. ഈ 3 പേരുടെ കഴിഞ്ഞിട്ടാണ് സാധാരണ ധോനി ഇറങ്ങാറുള്ളത്. പക്ഷേ ഈ സമയത്ത് തൻ്റെ ആരാധകരുടെ മുമ്പിലോട്ട് ധോനിയുടെ ഒരു എൻട്രിയാണ് കേട്ടോ. 3 റൺസേ ഉള്ളൂ. പക്ഷേ ആരാധകർക്കൊന്ന് കാണണം അതിൻ്റെ ധോനി എൻട്രി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് മഞ്ഞ കളർ ഡ്രസ് ഇടാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കുറച്ച് CSKക്ക് ഫാൻസിനെ ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. കളി 2 ടീമും ബെസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഉറക്കം മത്സരം ഒരു വിധത്തിൽ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്നതിൻ്റെ പേരിൽ ഒരു റിസൾട്ട് ഉണ്ടായി എന്നതിലുപരി പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ലാത്തൊരു ഒരു മത്സരം. ആ മത്സരത്തെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ധോനി ഫാൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അപ്പം കളറിലെങ്കിലും ഒരു ധോനിയുടെ സപ്പോർട്ടിങ് അല്ലെങ്കിൽ CSKയുടെ സപ്പോർട്ട് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഇത് കേൾക്കുന്ന ഫാൻസുകാർ ഒരു പക്ഷേ ഭയങ്കര രോക്ഷം കൊണ്ടിട്ട് എൻ്റെ ഇതിനകത്ത് വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ഞാനാണെങ്കിൽ തന്നെയും കയറി വരുന്നൊരു ചാനലാണ്. നമ്മൾ ഒരിക്കലും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു ചാനലല്ല. അതായത് എനിക്കെല്ലാവരെയും പുകഴ്ത്തി സോപ്പിട്ടൊക്കെ നിന്നാൽ മാത്രമേ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അവരെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു ടീമിനെ പൊക്കി പറഞ്ഞ് ഒരു ടീമിനെ താഴ്ത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആരെയും പുകഴ്ത്താൻ നിൽക്കത്തില്ല. എനിക്ക് തോന്നുന്ന മിസ്റ്റേക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യും. എനിക്ക് പ്രശംസിക്കണം എന്ന് തോന്നുന്നവരെ ഞാൻ പ്രശംസിക്കുകയും ചെയ്യും. എൻ്റെ ഇത് വാല്യൂ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കും ഇല്ല. ഞാൻ പറയുന്നതാണ് അവസാന വേർഡ് എന്ന് എനിക്കും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനകത്ത് ഞാൻ വേറെ ഒന്നും നോക്കത്തില്ല. നിങ്ങൾക്ക് അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അങ്ങനെ കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും കാണാം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടോ എടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പക്ഷേ എനിക്ക് കമൻറ്റ് തരുന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള കമൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അതത്രേ ഉള്ളൂ. അപ്പം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അപ്പം കാണിച്ചൊരു കാര്യം, ധോനി അപ്പോഴത്തേനും 3 റൺസ് ഉള്ളപ്പോഴത്തേനും സാധാരണ 500 റൺസ് ബാക്കി ഉണ്ടെങ്കിൽ പോലും ധോനി ഇറങ്ങത്തില്ല. ആ സിറ്റുവേഷനിൽ ധോനി ഇറങ്ങാറില്ല. പക്ഷേ ഇവിടെ ധോനി ഇറങ്ങി. എന്തിനാണ്? ആരാധകരുണ്ട്, അവരെ ഒന്ന് കാണണമല്ലോ, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ പല ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ, സിനിമ സെലിബ്രിറ്റീസ്, ഫിലിം സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ, മൂവി. അപ്പം ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു സൂര്യ അല്ലെങ്കിൽ വിജയ് അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാൽ ഇങ്ങനെയുള്ളവരൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവരെ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുകയാണ്. ആ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോഴത്തേനും അവർക്ക് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരുടെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അത് ഓർഗനൈസ് ചെയ്തവർ ഇവർക്ക് സംസാരിക്കാനായിട്ട്, കാരണം അത്രയും പേരും വന്നിരിക്കുന്നത് ഇവരെ ഒന്ന് കാണാനും ഇവരുടെ വാക്കുകൾ രണ്ട് വാക്കുകൾ കേൾക്കാനും ഒക്കെയുള്ള ആഗ്രഹം അവർക്കുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് അവരെ അങ്ങനെ വിജയ് ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സൂര്യ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ ചെയ്യും. ഇത് അതേപോലെയാണ് ഇവിടെ ധോനിയുടെ ഒരു കാര്യം കേട്ടോ. ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ധോനി ഫാൻസ് ആണ്. ധോനി ഇല്ലെങ്കിൽ CSK ഒന്നുമില്ല, വെറും വട്ടപ്പൂജയാണ്. അതുകൊണ്ട് എല്ലാവരും പറയും ധോനി നീ ഒന്ന് ഇറങ്ങി, എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേട്ടിട്ട് ധോനി ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാസമായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നു. അപ്പോഴത്തേനും ആരാധകരൊക്കെ ഭയങ്കര, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കളി തോറ്റിട്ട് പോലും ആരാധകർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അത്രയും ലോയലായിട്ടുള്ള ധോനിക്ക് മാത്രമാണ്, അല്ലാതെ CSK ടീമിനല്ല ഈ ആരാധകരൊക്കെ ലോയലായിട്ടുള്ള നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. RCB ഫാൻസിൻ്റെ കണ്ടു പഠിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ധോനി അങ്ങനെ വലിയ മാസ് കാണിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാണ്. എന്താണ് ധോനിയുടെ ആറ്റിറ്റ്യൂഡ്? എന്താണ്? ഞാൻ വലിയ സംഭവമാണ്, എന്നെ കാണാനാണ് ഇത്രയും പേരൂടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിയിട്ട് 2 ബാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വീശി 2 സിംഗിൾ ഒരു 6 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മാസാണ്, പവറാണ് എന്നൊക്കെ വിചാരിച്ചാണ്. ഇത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 3 റൺസ് ഉള്ളെങ്കിൽ അത്ര വേറെ റൺസ് അല്ലെങ്കിൽ കളി തോക്കും എന്നുള്ള സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ പോലും ധോനി ഇറങ്ങാതെ മറ്റുള്ളവരെ കയറ്റി വിടുന്നതാണ്.
അല്ലേ? അല്ല, ഇവിടെ മറ്റ് ധോണിയുടെ കൂടെ വേറൊരു 10 പേര് കളിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രാധാന്യം അവിടെ നിങ്ങളുടെ ആരാധകർ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ധോണി കൊടുക്കുന്നുണ്ടോ? ജഡേജ ഇറങ്ങാൻ നേരത്ത്, ജഡേജ ബാറ്റിങ്ങിന് വരാൻ നേരത്ത് എല്ലാവരും പ്രാകും, അല്ലെ എല്ലാവരും ജഡേജ ധോണി ഇറക്ക് എന്നുള്ള രീതിയിൽ. ജഡേജ ഔട്ടായി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അടുത്ത് ഇറങ്ങാൻ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാക്കി 10 പേര് അവിടെ ഉള്ള എന്താ പറയുന്നത്, അവർക്കും ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരെ ക്ലാസൻ, ഹൈദരാബാദിന്റെ ക്ലാസൻ നല്ലൊരു ഇന്നിങ്സ് കളിച്ചു, വലിയ വെട്ടിക്കിട്ട് ഇന്നിങ്സ്. അവർ 277 അടിച്ച മത്സരത്തിൽ. അപ്പം അതിന്റെ മത്സരത്തിന് ശേഷം നടന്ന ഒരു ചാറ്റ് നടന്നു. ആ ചാറ്റിനകത്ത് ക്ലാസൻ തമാശ രീതി പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഭാഗ്യമാണ് ഞാൻ ശരിക്കും CSK ടീമിൽ ഇല്ലാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കളിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് ധോണി എടുത്തേനെയാണ്. അത് തമാശ രീതിയിലാണ് പറഞ്ഞതെങ്കിലും അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ രച്ചിൻ രവീന്ദ്ര കളിച്ചു. ഇപ്പൊ രച്ചിൻ രവീന്ദ്ര കളിച്ചാലും ഇല്ലല്ലോ അതിനകത്ത് കുഴപ്പമില്ല, കാരണം അവൻ ന്യൂസിലൻഡ് ടീമിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ കളി കുറവായെങ്കിലേ ഉള്ളൂ, അല്ലേ? പക്ഷേ ബാക്കിയുള്ള ആരാണ്? ഇപ്പൊ രഹാന കളിച്ചപ്പോൾ എന്താ പറയുന്നത്, ധോണിയുടെ കീഴിൽ വന്നപ്പോൾ കളിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ആര് വന്നാലും ഇപ്പൊ ഒരു ബോളർ ശിവൻ ദുബെ വന്നപ്പോൾ എന്തുവാ, ധോണിയുടെ കീഴിൽ വന്നത് കൊണ്ട് കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശിവൻ ദുബൈക്ക് ഒരു ക്രെഡിറ്റ് ഇല്ല, അല്ലെങ്കിൽ ശിവൻ ദുബൈക്ക്, അല്ലെങ്കിൽ ഞാനൊരു ഇന്നിങ്സ് കളിച്ചു, അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ വേണ്ടത്, അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ തരേണ്ടത്. പക്ഷെ അവിടെ അങ്ങനൊന്നുമില്ല. ആര് വന്നാലും പോയാലും, വിക്കറ്റ് വന്നാലും, 6 അടിച്ചാലും 4 അടിച്ചാലും ക്രെഡിറ്റ് ഫുള്ളും ധോണിക്ക്. അത്രയും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്ത് വിരോധം തോന്നാം, അത്രയും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ രീതിയിലുള്ള കുറച്ച് ആരാധകരാണ് ധോണിയുടെ ആരാധകർ എന്ന് ഞാൻ പറയും. കാരണം ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാകും, സ്വാഭാവികമാണ്. അത്രയും ഇഷ്ടമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്, അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ CSK ബേസിൽ വരുമ്പോഴത്തേനും ഈ ആരാധകരുണ്ടല്ലോ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു രീതിയിലാണ്. എന്ത് ചെയ്താലും ധോണി 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 എന്നുള്ള രീതിയിലാണ്. അത് അത്രയും നല്ലതായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ധോണിയുടെ കഴിവ് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വെച്ചു. എങ്കിൽ പോലും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ധോണിക്കാണോ? പറ. എങ്കിൽ പോലും അവിടെ ഒരു മനുഷ്യനല്ലേ, അതൊരു മനുഷ്യനല്ലേ, ആ മനുഷ്യന് ക്രെഡിറ്റ് കൊടുക്കണ്ടേ? ഇല്ലേ? ഒരു ഇന്നിങ്സ് കളിച്ചു, ഒരു സെഞ്ചുറി അടിച്ചു. ഗെയ്ക്വാദ് ഇപ്പൊ കഴിഞ്ഞ 2 മത്സരങ്ങൾ ഗെയ്ക്വാദ് മീൻസ് CSK ജയിച്ചു. എന്നിട്ട് ക്രെഡിറ്റ് പോയതാർക്കാ? ധോണിയാണ് ഇപ്പോഴും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതാണ് ഈ ചെന്നൈ ആരാധകരുടെ കാര്യം നോക്കിയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അന്നേരമാണ് ധോണിയാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിന്റെ ഒരു ധൈര്യമുണ്ട് ഗെയ്ക്വാദിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 കളി തോറ്റപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങൾക്ക് തിരിച്ചു വേണം, കം ബാക്ക് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി, ഞങ്ങളുടെ തല ക്യാപ്റ്റൻ അല്ലാത്തത് കൊണ്ടാണ്. എന്താണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെങ്ങായി കാണിക്കണത്? അപ്പൊ നിങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം ഈ ക്രെഡിറ്റ് എന്തുകൊണ്ട് ഗെയ്ക്വാദിന് പോകുന്നില്ല, എന്തുകൊണ്ടാണ് വരുന്നില്ല? ഇപ്പൊ വേറെ ഏത് ടീമിൽ കളിച്ചാലും, ഇപ്പം റൊമാരിയോ ഷെഫേർഡ് മുംബൈക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ബ്രില്യന്റ് ഇന്നിങ്സ് കളിച്ചു, 10 ബോളിൽ 39 റൺസാണ് എടുത്തത്. റൊമാരിയോ ഷെഫേർഡ് പല ടീമുകൾക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്, പക്ഷെ അന്നവരൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ മുംബൈക്ക് വേണ്ടി വന്നപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കി. ആ ക്രെഡിറ്റ് വേറെ ആരോടും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചാറ്റിന് ചോദിച്ചിട്ടില്ല, വേറെ ഒന്നും ചോദിച്ചില്ല. റൊമാരിയോ ഷെഫേർഡ് ഇവിടെ വന്നിട്ടാണല്ലോ കളിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ക്രെഡിറ്റ് ഫുള്ളും പോയത് റൊമാരിയോ ഷെഫേർഡിന് തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ ഷെഫേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാറ്റർ നല്ല രീതിയിൽ കളിച്ചു എന്നുള്ള പേരേ വരുള്ളൂ, അല്ലേ? പക്ഷെ അതേസമയം അത് ഇവിടാണ് കളിച്ചിരുന്നെങ്കിൽ കണ്ടോ, ധോണിയുടെ കീഴിൽ വന്നപ്പം റൊമാരിയോ ഷെഫേർഡ് കളിച്ച കളി കണ്ടോ എന്നേ പറയത്തുള്ളൂ. എല്ലാം വരുമ്പോഴത്തേനും ധോണിയുടെ കീഴിൽ അത് അത്ര നല്ലതായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ ഇന്നലെ ധോണി ബാറ്റ് ചെയ്യുന്ന ഇറങ്ങിയപ്പോഴത്തേനും ആന്ധ്ര റസൽ ചെവി പൊത്തിയൊരു സംഭവം എല്ലാവരും എടുത്തിട്ട് ഭയങ്കര മാസ്സായിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ട്രോൾസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര മാസ്സായിട്ട് എന്താ ധോണിയെ ഇതായിട്ട് മാസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം. ധോണി ഇറങ്ങിയപ്പോഴത്തേനും ആരവം കൊണ്ടിട്ട് എന്താ പറയുന്ന ആരവത്തിന്റെ സൗണ്ട് കേട്ടിട്ട് റസലിന് ചെവി പൊത്താൻ തോന്നി. കാരണം അത്രയും വലിയൊരു സൗണ്ടാണ് എന്നൊക്കെ രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ റാഫ്റ്റോ ക്രിക്കറ്റ് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ ഞാൻ എന്തായാലും വാച്ച് ചെയ്യും, എപ്പോഴും ഞാൻ കാണും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോണി സപ്പോർട്ട് ചെയ്യാണ്, ധോണി ഭയങ്കര അതാണ് ഇതാണ്, അപ്പൊ അതുകൊണ്ട് ഭയങ്കര റസൽ പോലും അതിൽ നിന്ന് അറിയാം ധോണി എന്ന് വെച്ചാൽ എന്തുവാണെന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് റാഫ്റ്റോ കണ്ണ വെച്ച് കീച്ചാണ് ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ഒരാളുടെ ചെവിക്കീഴിൽ വന്നിട്ട് ആ വിസിലെടുത്തിട്ട്, ആ വിസിൽ എന്നറിയാലോ, അതൊരു ഇൻസ്ട്രുമെന്റ്, ചെറിയൊരു സാധനമാണ്. ആ വിസിലെടുത്തിട്ട് ഒരാൾ വന്നിട്ട് ഊതാന്ന് വെക്കുക നിങ്ങളുടെ ചെവിയിലിന്റെ കീഴിൽ, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഭയങ്കര സുഖമായിട്ടുള്ള ഭയങ്കര നല്ല ലയിക്കാൻ പറ്റിയ ഒരു സൗണ്ട് ആയിട്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്? അല്ല, എന്നെ സംബന്ധിച്ച് അത് അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് വിസിലിന്റെ.
അപ്പം ആ അത്രയും 30,000 പേര് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ആ സ്റ്റേഡിയം ഫുള്ള് ഇരുന്നിട്ട് ഈ വിസിൽ അടിക്കുമ്പോൾ ഒരാൾ എങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കും? നിങ്ങൾ ആരാധകരും ചെന്നൈക്കാരും ആരാധകരൊക്കെ ആണെങ്കിൽ അതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു സൈക്കോ ആൾക്കാരാണെന്ന്. അതായത് അത്രയും ഇതെടുത്ത് ഇങ്ങനെ അപ്പം ആ ഒരു സൗണ്ടിന് കീഴിൽ ആരാണെങ്കിലും ചെവി പൊത്തിപ്പോ. ഒരൊറ്റ വിസിൽ കൊണ്ട് ഒരു സമയത്ത് വന്ന് അടിച്ച പോലും നമുക്ക് അത്ര ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ? അത് നിങ്ങൾ ധോനി വരുമ്പോൾ കൈ അടിച്ച് നിങ്ങൾ പ്രശംസിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾ ധോനി ധോനി അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. അത് നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കിക്കോളൂ. അതിനകത്ത് അത്ര അരാജകത്വം ഉണ്ടാകുന്നില്ല, അതിനകത്ത് അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഘടകം ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ സ്റ്റേഡിയം ഒന്നാകെ ധോനി ധോനി ഇത്ര ആവേശത്തിൽ പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടാകും. വാവോ, അതൊരു ഫീലാണ്. പക്ഷെ ഈ വിസിലടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ധോനിയെ വെച്ചിട്ടാണല്ലോ ഇവര് എന്നുള്ള ഫീൽ വരില്ല. അരാജകത്വമാണ്. ഇങ്ങനെ ചെവി പൊത്തിയിരിക്കാനേ തോന്നുള്ളൂ. അവർക്ക് വേണ്ട പോലെ കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഉള്ള ചെവിയിലോട്ട് തുളച്ച് കയറുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഈ വിസിലിന്റെ. ഈ ഫുട്ബോളിൽ എന്തിനാണ് വിസിൽ റെഫറിമാർ അമ്പയർമാർ ഉപയോഗിക്കുന്നത്? എന്തിനാണ്? കാരണം അത്രയും ബഹളത്തിനിടയ്ക്ക് ഇതിനിടയ്ക്കും ഈ സിഗ്നൽ കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ വിസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും തുളച്ചു കയറുന്ന ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് വിസിലിന്റെ. അത്രയും വിസിലിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ധോനി വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇരട്ടി സൗണ്ട് കൂടും. അപ്പോൾ ഇതിൽ ചെവി പൊത്തുകയെന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ആരാധകരുടെ ആവേശം കൊണ്ടിട്ട് വന്നിട്ട് ആ സൗണ്ട് അല്ല, നിങ്ങൾ വാഗോണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് ആണെങ്കിലും കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് ആണെങ്കിലും നമുക്കത് കേൾക്കാം. നമുക്ക് അങ്ങനെ തോന്നുന്നു, അല്ല പ്രത്യേകിച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ വിസിലിന്റെ സൗണ്ട് അങ്ങനല്ല. അപ്പം ഞാനത് റാഫ്റ്റോ ക്രിക്കറ്റിൻ്റെ ആ ചാനലിൽ ഞാൻ ആ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തു, ഇങ്ങനൊന്നും അല്ല. കാരണം ഈ കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു, ചെവിയിൽ ഇങ്ങനെ ഊതിയാൽ ആർക്കായാലും ഒരു ഇറിറ്റേറ്റിംഗ് ഉണ്ടാകും, അതിൻ്റെ പേരിലാണ് റസൽ ചെവി പൊത്തി. അല്ലാണ്ട് ഈ മാസ് കാണിച്ച സീൻ കൊണ്ട് മാസിൻ്റെ ഇതിൽ വന്ന് ചെവി പൊത്തിയൊന്നും അല്ല. അപ്പോൾ അത്ര വിഡ്ഢികളാകരുത് നിങ്ങളെല്ലാവരും. അപ്പം ഞാൻ ആ കമൻറ്റ് കൊടുത്തതിൻ്റെ താഴെ എന്നെ പലരും കമൻറ്റ് ചെയ്തു, നീ എന്ന കളി കാണാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് പറയുകയാണ്, ഇത് ചെന്നൈയുടെ ടീം ടാഗ് ലൈൻ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു കമന്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത്. വിസിൽ പോഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിസിൽ പോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാവുകൊണ്ട് നമ്മൾ വിരൽ വെച്ചിട്ടാണ് ഇങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടിക്കാറില്ല കേട്ടോ. അപ്പം അതിനെയാണ് വിസിൽ പോഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ആ ഇൻസ്ട്രുമെന്റ്, ആ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ഊതുന്നതിനെ അല്ല വിസിൽ പോഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ വിസിൽ പോഡ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിസിലടിക്കും. അതല്ല, ഈ വിസിലടിക്കുന്നത് കേട്ടാൽ പോലും ഇച്ചിരി നമുക്ക് അതിനകത്തൊരു അതൊരു സെലിബ്രേഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു സംഭവമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സെലിബ്രേഷൻ അല്ല, ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അത്തരം പോലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ല എന്നുള്ളതാണ് ആർക്കും. റാഫ്റ്റോ കാണാനും ഇത് പറഞ്ഞത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അതത്രേ ഉള്ളൂ. പക്ഷെ ധോനിയുടെ ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആരാധകരാണ്. അതിനകത്തൊക്കെ എനിക്ക് ഒരു സംശയവും ഇല്ല, എനിക്ക് യാതൊരുവിധ ഡൗട്ടൊന്നും ഇല്ല. എനിക്കെന്നല്ല, ഞാൻ പറഞ്ഞാൽ തന്നെ എന്തുവാണ്, ഒന്നുമില്ല. പക്ഷെ ഈ കാണിക്കുന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആരാധന തലയിൽ പിടിച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. നിങ്ങൾ ഫാൻസുകാർക്ക് വിസിലടിക്കുക എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിനോട് പ്രത്യേക ഒരു സുഖവും ആനന്ദവും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷെ മറ്റുള്ളവർ അങ്ങനല്ല. മറ്റുള്ളവർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട്, CSKയുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം TV-യിൽ ഈ കളി കണ്ടപ്പോൾ ഈ വിസിലിന്റെ സൗണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് TV-യിൽ പോയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ സൗണ്ട് കുറച്ച് വെച്ച്, കമന്ററി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, എന്നാലും സൗണ്ട് കുറച്ച് വെച്ചിട്ടാണ് പിന്നെ ബാക്കി ഇരുന്ന് കണ്ടത്. അപ്പം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വിസിലടിക്കുക എന്നുള്ള കാര്യം മാത്രം. ആരാധനയോ അല്ലെങ്കിൽ ധോനിയുടെ ഫാൻസ് ബേസോ കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ധോനി അതിനെ വെല്ലാൻ വേറെ ആരുമില്ല. അത് വേറെ അസൂയപ്പെട്ടിട്ടും അതിനകത്ത് യാതൊരുവിധ കാര്യമില്ല. പക്ഷെ ഈ വിസിലടിക്കുന്ന സംഭവം അത് അരാജകത്വമാണ്. അത് വെച്ചിട്ട് മാസ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ പറയാനായിട്ട്. എന്തായാലും നിങ്ങളെ CSK ആരാധകർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. മറുപടിയൊക്കെ ഞാൻ എന്തായാലും തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാം. അപ്പം എന്തായാലും നമ്മൾ മറ്റുള്ള മാച്ചസ് ഒക്കെ കഴിയുമ്പം അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി എനിക്ക് കുറച്ച് റീൽസ് അല്ലെങ്കിൽ ട്രോൾസ് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സമയം പോലെ കണ്ടെത്തി ആ ഒരു കുറച്ച് ട്രോൾസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അത് റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. നമുക്കപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.